Based on economics. This is the first sentence given by M.C. Jacobson. Commerce is a subject which is based on economics. Sir, continue. മറ്റുള്ള വിഷയങ്ങൾ സയൻസ് ആവട്ടെ മാത്തമെറ്റിക്സ് ആവട്ടെ അതൊക്കെ വേറെ ഒന്നിനെയും ബേസ് ചെയ്തല്ല, അതിന് സെപ്പറേറ്റ് നിലനിൽപ്പ് ഉണ്ട്. Commerce is based on economics. So without knowing what is economics, we can't understand what is commerce. Economics is a social science which deals with human activities in relation to production, consumption, exchange, and distribution of wealth. This is the definition given by Adam Smith. Economics is a social science which deals with human activities in relation to production, consumption, distribution, and exchange of wealth.
the wealth produced by the producers should be reached in the hands of the consumers for getting satisfaction. How it can be transferred? It can be transferred by means of so many things. So at last, this wealth is reached in the wealth means people. ഇനി വെൽക്കം ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരെയാണ്. ഞങ്ങൾ ഒരു അധ്യാപകൻ എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷൻ എത്രത്തോളം വലുതാണ് എന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവ് നമുക്കിവിടെ ഉണ്ടാക്കി തരികയാണ്. കാരണം ഈ 3 പേരോട് ഇരുന്ന് സംസാരിക്കുമ്പോഴും 3 പേര് നിങ്ങളുടെ മുന്നിൽ ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ബഹുമാനം എന്നൊക്കെ ഇങ്ങനെ തോന്നിയെങ്കിലും വളരെ യാദൃശ്യമായിട്ട് ശ്രീകുമാറിനെ വിളിക്കാനും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ എല്ലാവരും കാണാൻ പറ്റിയാലും വളരെ സന്തോഷമാണ്. മിക്കവാറും പേരുടെ പേരൊക്കെ ഇന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്, മറന്നിട്ടില്ലാരും. ഏതായാലും ഇങ്ങനെ ഒരു അവസരത്തിൽ ലക്ഷ്മി അമ്മ അതിന്റെ അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെന്റിൽ ആലോചിച്ച് നമുക്ക് 8 ക്ലാസ് മുറികളാവുന്നത്, 6 ഡിഗ്രി ക്ലാസ്സും 2 PG ക്ലാസ്സും. ഈ 8 ക്ലാസ് മുറികളും ഇന്നിപ്പോ നിങ്ങൾ ഇരിക്കുന്നത് പോലെ ആയിരുന്നില്ല എന്റെ അവസ്ഥ. കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം മഞ്ഞു തുള്ളികൾ താമശിലയോ നീയൊരു പ്രണയഗീതമോ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം ഗാനമേ നിന്റാകുമാ